തുടങ്ങാം. അതിനുമുമ്പേ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞുതരാം ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ആരാണ്? ശ്രീ രാജഗോപാലാചാര്യ. ഗാന്ധിജിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരൻ ശ്രീ രാജഗോപാലാചാര്യ. പിന്നെ കുണ്ടറ വിളംബരം നടന്നത് എവിടെയാണ്? അത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം പത്തനംതിട്ട. ഏത് ക്ഷേത്രമാണ്? ഇളമ്പല്ലൂർ ക്ഷേത്രം. വേലുത്തമ്പി തങ്ങൾ ആത്മഹത്യ ചെയ്ത മണ്ണടി ക്ഷേത്രമാണ്. അതാണ് പത്തനംതിട്ട. അപ്പൊ കുണ്ടറ വിളംബരം കൊല്ലം ജില്ല എന്ന് വെച്ചാൽ കൊല്ലം. വായിച്ചോ. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് എന്നാണ്? 1857 മെയ് 10. എവിടെയാണ്? മീറത്ത്. എവിടാ? ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ കലാപ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്ന സംസ്ഥാനം ചോദിച്ചാലും ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുള്ള സംസ്ഥാനം ചോദിച്ചാലും ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ നിയമസഭ സംസ്ഥാനം, ലോക്സഭാ സീറ്റുള്ള സംസ്ഥാനം ചോദിച്ചാലും ഉത്തർപ്രദേശ്. അതെന്തുകൊണ്ടാണ്? അത് വലിയ സ്റ്റേറ്റ് ആയതുകൊണ്ടാണ്. ജനസംഖ്യ. അങ്ങനെ ജനസംഖ്യ ഏറ്റവും കൂടുതലുള്ള രാജ്യം ഇന്ത്യ. രണ്ടാം സ്ഥാനം ചൈന. എന്നാൽ 2027 ജനസംഖ്യ കണക്കെടുപ്പിന്റെ പ്രത്യേകത ജനസംഖ്യ അത് അതന്നെ ഇലക്ഷന്റെ തന്നെ ഇന്ത്യയിൽ ആദ്യമായി ഡിജിറ്റൽ സെൻസസ് നടത്തുന്ന ആദ്യ സെൻസസ്. ഓക്കെ. അപ്പൊ 1957 മെയ് 10 ഉത്തർപ്രദേശിലെ മീററ്റിലാണ് തുടങ്ങിയത്. അതാണ് പ്ലാസി യുദ്ധം. പ്ലാസി ആരൊക്കെ തമ്മില്? പ്ലാസി യുദ്ധം ബ്രിട്ടീഷുകാരും സിറാജ് ഉദ്ദൗളയും തമ്മില്. ബക്സാർ 1764. ബക്സാർ ബീഹാറിലെ. ബീഹാർ. ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കുറച്ച് കാരണങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് അറിയാമോ? തുടങ്ങാൻ മെയിൻ റീസൺ അത് തന്നെ. അല്ലാതെ കുറെ നിയമങ്ങൾ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ദത്തവകാശ നിരാധന നിയമം വർഷം 1848. ആരാണ്? ഡൽഹൌസി. അതിന് അടുത്ത് വേറെ സത്താറ. അതെന്നാണ് സത്താറ പിടിച്ചെടുത്തത്? 48. ഔദ് 56. വേറെ ഏത് നിയമം അറിയാം? 50 നിയമം. ഭൂനികുതി വ്യവസ്ഥ. അത് ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ അല്ലേ? ഈ നികുതി പിരിക്കാനേ ഗ്രാമത്തിലേക്ക് വരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് സെമീന്ദാരി സമ്പ്രദായം. മാലിക. നികുതി പിരിക്കാൻ ഗ്രാമത്തിൽ വരുന്ന ഉദ്യോഗസ്ഥന്റെ പേരാണ് അംല. ഏതൊക്കെ നികുതി വ്യവസ്ഥകളാണ് അന്ന് ഉണ്ടായിരുന്നത്? ശാശ്വത ഭൂനികുതി അതല്ലേ? ശാശ്വത ഭൂനികുതി വ്യവസ്ഥ. മൺട്രോ, തോമസ് മൺട്രോ. മഹൽവാരി. മക്കൻസി, ലോർഡ് മക്കൻസിയാ. മഹൽവാരി. ശാശ്വത ഭൂനികുതി വ്യവസ്ഥ നടപ്പിലാക്കി എവിടെയൊക്കെയാണ്? ആദ്യം ബംഗാളും ബീഹാറും. ഹിന്ദു വിധവ പുനർവിവാഹ നിയമം വർഷം എന്നാണ്? അതും നമ്മുടെ ഈ 57 വിപ്ലവത്തിനൊരു കാരണമായിട്ടുണ്ട്. 56 കേട്ടോ. ഹിന്ദു വിധവ പുനർവിവാഹ നിയമം 56. ഇനി നമ്മുടെ ഈ വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം ആരായിരുന്നു? നാനാ സാഹിബ്. അപ്പൊ ഈ വിപ്ലവത്തിൽ ആദ്യത്തെ രക്തസാക്ഷി ആരാണ്? മംഗൾ പാണ്ഡെ. ഈ മംഗൾ പാണ്ഡെ വധിച്ച ഒരാളുണ്ടല്ലോ, മംഗൾ പാണ്ഡെ. അതായത് മംഗൾ പാണ്ഡെ അറസ്റ്റ് ചെയ്യാൻ പറഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം അറസ്റ്റ് ചെയ്യാൻ സമ്മതിച്ചില്ല. അങ്ങനെ അദ്ദേഹത്തിന് ബ്രിട്ടീഷുകാര് ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥ ഉണ്ടായിരുന്നു. ആരാന്നറിയാമോ? ജമീന്ദാർ ഈശ്വരി പ്രസാദ്. തൂക്കിക്കൊല്ലയില്ലേ ചെയ്ത് ബ്രിട്ടീഷുകാർ. എന്തായാലും 1857 വിപ്ലവത്തിന്റെ രക്തസാക്ഷി മംഗൾ പാണ്ഡെ. ദക്ഷിണേന്ത്യയിലെ രക്തസാക്ഷി ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഉദിറാം. ആദ്യ വനിതാ രക്തസാക്ഷി പ്രീതിലത വടേക്കർ. ആദ്യ മുസ്ലിം രക്തസാക്ഷി അഷ്റഫ് ഉല്ലാ ഖാൻ. ഒന്നുകൂടെ പറയാം. ഓക്കെ, ശ്രദ്ധിച്ചോ. പാലി സത്യാഗ്രഹത്തിന്റെ രക്തസാക്ഷി 1857 വിപ്ലവത്തിന്റെ മംഗൾ പാണ്ഡെ. സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ വനിതാ രക്തസാക്ഷി പ്രീതിലത. ഏറ്റവും പ്രായം കുറഞ്ഞ രക്തസാക്ഷി ഉദിറാം ബോസ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ രക്തസാക്ഷി അങ്ങനെ ഒന്നുകൂടാ. ഖിലാഫത്ത് സമരനായകനായ രക്തസാക്ഷി അലി മുസ്ലിയാർ. ഈ മംഗൾ പാണ്ഡെ ഏത് ബാരക്കിലായിരുന്നു?
പറയാം. 34-ാം ബാരക്ക്. ഇനി 1857 വിപ്ലവത്തിന് ആദ്യം ഒരു പൊട്ടിത്തെറി ഉണ്ടായ ബാരക്ക് എന്ന് പറയാം. പൊട്ടിത്തെറി ഉണ്ടായത് എവിടെ? 19ാമത്തെ ബാരക്കിലാണ് ആദ്യമായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പൊട്ടിത്തെറി ഉണ്ടായത്. ആദ്യം ഒരു വെടിവെപ്പ് നടന്നു. പിന്നീട് മംഗൾ പാണ്ഡെ ഉണ്ടായിരുന്നത് 34 ഒരു ബാരക്കിലെ എല്ലാ ബ്രിട്ടീഷുകാരെയും കൊന്നുകളഞ്ഞു. അതേതെന്നാ? 41ാമത്തെ ബാരക്കിലെ എല്ലാരെയും കൊന്നു. ബ്രിട്ടീഷുകാരെ എല്ലാരും 41ാമത്തെ ബാരക്കിലെ എല്ലാ ബ്രിട്ടീഷുകാരെയും എല്ലാ സൈനികരെ കൊന്നു. ബ്രിട്ടീഷുകാരെ കൊന്നു കളഞ്ഞ ബ്രിട്ടീഷുകാരെ എല്ലാരെയും കൊന്നു. ആ ബാരക്കിലുള്ള എല്ലാരെയും കൊന്നു. ഓക്കെ, അപ്പൊ 19 ആദ്യ വെടിവെപ്പാണ്. 34 എല്ലാരെയും എല്ലാ ബ്രിട്ടീഷുകാരെയും കൊന്നാണ്. ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ചിഹ്നം എന്തായിരുന്നു? ചുവന്ന താമര, ചപ്പാത്തിയും. അതുകൊണ്ട് തന്നെ ഇതിനെ എങ്ങനെയൊക്കെ അറിയപ്പെടുന്നുണ്ട് ഈ വിപ്ലവരെ? പിന്നെ ഉണ്ടല്ലോ ബ്രിട്ടീഷുകാർ എന്നെ വിളിച്ചൊരു പേരുണ്ടല്ലോ, ശിപ്പായി ലഹള. പിന്നെ ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഇങ്ങനെയെല്ലാം അറിയപ്പെടുന്നത് ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരമാണ് 1857. ആയുധങ്ങളൊക്കെ സൂക്ഷിച്ചിരുന്ന ബെൽ ഓഫ് ആംസ്. അതങ്ങനെയല്ല, ബെൽ ഓഫ് ആംസ്. സൂക്ഷിച്ചിരുന്നത് ബെൽ ഓഫ് ആംസ് എന്ന് തന്നെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ 1857 വിപ്ലവത്തിൽ മംഗൾ പാണ്ഡെയുടെ നേതൃത്വത്തിൽ ആദ്യ വെടിവെപ്പ് നടന്ന സ്ഥലം മീററ്റ് അല്ല, ബംഗാൾ. ഈ കുറെ ആൾക്കാരും അവരെവിടെയൊക്കെയാണ് വിപ്ലവം നയിച്ചതെന്നുണ്ടല്ലോ. അപ്പൊ ഓരോന്നാണ്ട് തുടങ്ങിക്കോ. മീററ്റിൽ ഇപ്പൊ പറഞ്ഞല്ലോ. കദം സിംഗ്. മധുരയിൽ ആരാണ്? നമ്മളെ ഇവിടുത്തെ തമിഴ്നാട് മധുര അല്ല, മധുര. അവിടെ ആരെന്ന് അറിയാമോ? കദം സിംഗ്. മധുര ദേവി സിംഗ്. മധുര ക്ഷേത്രമാണെന്ന് ഓർത്താൽ മതി. മധുര ദേവി. നാനാ സാഹിബും ഡൽഹിയിലെ ബഹദൂർ ഷാ സെക്കൻഡ്. ഈ സമയത്തെ വിപ്ലവം നടക്കുന്ന സമയത്ത് മുഗൾ ഭരണാധികാരി ആരാണ്? ബഹദൂർ ഷാ സെക്കൻഡ് ആണ്. അപ്പൊ അവസാനത്തെ മുഗൾ ഭരണാധികാരിയും വിപ്ലവം നടക്കുമ്പോഴും ബഹദൂർ ഷാ ആണ്. ഇനി ആ സമയത്ത് വിപ്ലവം നടക്കുന്ന സമയത്ത് പ്രധാനമന്ത്രി ആരാണ്? ബ്രിട്ടൻ പാൽമേഴ്സൺ. പിന്നെ ബ്രിട്ടീഷ് രാജാവ് ഇല്ലേ, വിക്ടോറിയ രാജ്ഞിയല്ലേ? ബ്രിട്ടീഷ് രാജ്ഞി വിക്ടോറിയ രാജ്ഞി ആയിരുന്നില്ലേ? വിക്ടോറിയ രാജ്ഞിയുടെ വിളംബരം ഉണ്ട്. 58 വിളംബരം വരും. ഓക്കെ. ഝാൻസി റാണി, മൗലവി അഹമ്മദ്. അലഹബാദിൽ ഞാൻ പറയാം ഒരു ലാ ഉണ്ട്, ഒരു ലിയാഖത്ത് അലി ഖാൻ. അലഹബാദ് ലിയാഖത്ത് അലി. ഗോളിയോല് ഝാൻസി റാണി. അസമിലാരാണ്? അസമില് മണിറാം ദത്ത. രാജസ്ഥാനിലെ കോട്ടയിൽ എനിക്കറിയാമായിരുന്നല്ലോ. ജയ്ദയ. ബറേലിയിൽ ആരാണ്? ബറേലി ഖാൻ ബഹദൂർ ഖാൻ. പിന്നെ ലക്നൗ, ആഗ്ര, അവധ്. അതിവിടെ എല്ലാം ഒരാളെ. ലക്നൗ, ആഗ്ര, അവധ്, മൂന്നിടത്ത്. ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി എന്ന് അവരെ വിശേഷിപ്പിച്ചത് ആര്? ഡൽഹൌസി പ്രഭു. അത് ഓർത്തായി ദത്താവകാശ നിരോധനം കൊണ്ടുവന്നത് ഡൽഹൌസി. അതിന്റെ പുള്ളിക്കാരന്റെ ലക്ഷ്യം ഉണ്ടായിരുന്നു. അതാണ് പറഞ്ഞത്, ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി. ഇന്ത്യയിലെ മറ്റേത് സാമ്രാജ്യം നഷ്ടപ്പെട്ടാലും നമുക്ക് പ്രശ്നമല്ല, പക്ഷെ അവധ് നഷ്ടപ്പെട്ടാൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ സൂര്യൻ അസ്തമിക്കും എന്ന് പറഞ്ഞത് ഡൽഹൌസി അല്ലേ? ഏത് സാമ്രാജ്യം നഷ്ടപ്പെട്ടാലും നമുക്ക് പ്രശ്നമില്ല, അവധ് നഷ്ടപ്പെട്ടാൽ അതോടെ നമ്മുടെ സാമ്രാജ്യം ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ സൂര്യൻ അസ്തമിക്കും. നാനാ സാഹിബിന്റെ യഥാർത്ഥ പേര് ആരുടെ ദത്തുപുത്രനായിരുന്നു? പേഷ്വാ ബാജിറാവുവിന്റെ എന്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടും? ഇത് നമ്മുടെ വിപ്ലവത്തിന്റെ ബുദ്ധി കേന്ദ്രം എന്നറിയപ്പെടും. ഈ ദത്താവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ആരാണ്? പിൻവലിച്ചത് ആരാണ്? ആ സമയത്ത് ആരായിരുന്നോ അയാളാണ് പിൻവലിച്ചത്. കാനിങ് പ്രഭുവാണ് പിൻവലിക്കുന്നത്. ഈ വിപ്ലവം നടത്തുമ്പോ ആദ്യത്തെ വൈസ്രോയാ? ഓ ശരിയാണ്. പക്ഷെ ഇത് മാറിയിട്ടല്ലേ ഗവർണർ ജനറൽ അല്ലേ? വൈസ്രോയ. അപ്പൊ കാനിങ് തന്നെ. ഓ അപ്പോഴും ഗവർണർ ജനറൽ കാനിങ് ആയിരുന്നു. എന്നിട്ടാണ് വൈസ്രോയി ആയിട്ട് കാനിങ്. അധികാരി, രാജാവിന്റെ പ്രതിനിധി. കാരണം ബ്രിട്ടീഷ് രാജാവിന്റെ അല്ലെങ്കിൽ രാജ്ഞിയുടെ നേതൃത്വത്തിലുള്ള ഭരണത്തിന് കീഴിലായി. അപ്പൊ അതിന്റെ പ്രതിനിധിയായിട്ടാണ് വൈസ്രോയി എന്ന പേരിൽ. മംഗൾ പാണ്ഡെ ആദരിച്ചുകൊണ്ട് തപാൽ സ്റ്റാമ്പ് ഇന്ത്യ പുറത്തിറക്കിയ വർഷം 1987.
84 സൈലന്റ് വാലി ദേശീയ ഉദ്യാനമായി 1984. എന്നാൽ ഉദ്ഘാടനം ചെയ്തത് 85. 85 പ്രഖ്യാപിച്ചതായിരുന്നു. പ്രഖ്യാപിച്ചത് ഇന്ദിരാഗാന്ധി, ഉദ്ഘാടനം രാജീവ് ഗാന്ധി. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ കുന്തിപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന പുഴ തൂതപ്പുഴ. സൈലന്റ് വാലിയിൽ സംരക്ഷിക്കുന്ന മൃഗം. ഇന്നലത്തെ ക്വസ്റ്റ്യനിലുണ്ട്, നമ്മുടെ ഡിഗ്രി പ്രിലിംസിലുണ്ടായിരുന്നു. സിംഹവാലൻ കുരങ്ങുകളെ സംരക്ഷിക്കുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനം ഇന്നലത്തെ സിംഹവാലൻ കുരങ്ങുകൾ അവിടെ കാണാൻ മറ്റേ വെടിപ്ലാവ് വെടിപ്ലാവുകളുടെ സാന്നിധ്യം ഇല്ലാത്തതുകൊണ്ടല്ല, ഉള്ളതുകൊണ്ടല്ലേ. വെടിപ്ലാവുകളുടെ സാന്നിധ്യമാണ് സൈലന്റ് വാലിക്ക് ആ പേര് വരാൻ കാര്യം അവിടെ മറ്റേ ചീവിടില്ല. മരത്തിന്റെ പേരിൽ അറിയപ്പെടുന്നത് അത് ചെന്തുരുണി. ഏറ്റവും വലിയ ഇവിടെ കൊല്ലം. ജില്ല ഏറ്റവും വലുതാ പെരിയാറാ. പെരിയാർ ഏറ്റവും വലുത് പെരിയാർ വന്യജീവി സങ്കേതം. അല്ലേ? നാഷണൽ പാർക്ക്. നാഷണൽ പാർക്ക് ഏറ്റവും വലിയ നാഷണൽ പാർക്കാണ്. ഏറ്റവും ചെറുത് മറ്റേ ഇവിടെ ഉള്ളത് മംഗളവനം. മംഗളവനിലെ ഹൈക്കോടതിയോട്, കേരള ഹൈക്കോടതിയുടെ കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത്. ഈ താന്തോപ്യ പരാജയപ്പെടുത്തിയ ബ്രിട്ടീഷ് സൈന്യാധിപൻ. കോളിൻ ക്യാമ്പൽ. നമ്മളെന്താ പറഞ്ഞ ചാൻസ് റാണിയെ പരാജയപ്പെടുത്തിയാലാണ് പ്രകാശമാനമായ ബിന്ദു എന്ന് വിശേഷിപ്പിച്ചത് ആര്? നെഹ്റു. ആരെ വിശേഷിപ്പിച്ചു? ഈ പുള്ളിക്കാരല്ലേ ഹ്യൂഗ്രോസ് വിശേഷിപ്പിച്ചു. വിപ്ലവകാരികൾക്കിടയിലെ ഒരേ ഒരു പിന്നെ പറഞ്ഞ വിപ്ലവകാരികൾക്കിടയിലെ ഒരേ ഒരു പുരുഷൻ. അങ്ങനെ എന്തോ പറഞ്ഞു പുരുഷൻ. കിട്ടൂർ കലാപത്തിന് നേരത്തെ കിട്ടൂർ ചിന്നമ്മ. അതിന് വേറൊരു പ്രത്യേകതയാണ്. ബംഗാൾ സൈന്യത്തിന്റെ നഴ്സറി എന്നറിയാം. ബംഗാൾ ബംഗാൾ സൈന്യത്തിന്റെ നഴ്സറി എന്നറിയപ്പെടുന്നത് ഈ 1857 വിപ്ലവത്തുമായിട്ട് ബന്ധപ്പെട്ട് റിലീഫ് ഓഫ് ലക്നൗ എന്ന ചിത്രം തോമസ് ബാക്കൻ. അതുപോലെ 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് റിലീഫ് ഓഫ് ലക്നൗ ചിത്രം വരച്ച് തോമസ് ബാക്കൻ. ഇൻ മെമ്മോറിയം ജോസഫ് നോയൽ പാറ്റൺ. ഇത് ചോദിച്ചാണ് എക്സാമിന്. ജോസഫ് നോയൽ പാറ്റൺ അതല്ല ചോദിച്ചത് ഇൻ മെമ്മോറിയം എന്ന ചിത്രം താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിച്ചത്. 1857 വിപ്ലവം. അതെന്താണ്? സിനിമയാണ്? ചിത്രം വരച്ചതാണ് സർ ജോസഫ് നോയൽ പാറ്റൺ. പനോരമ എന്ന ചിത്രം 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട റോബർട്ട് ബുഫോർഡ്. റോബർട്ട് അല്ലേ? ഇങ്ങനെ ചോദിക്കാണ്. ഇംഗ്ലീഷ് വനിതകളും കുട്ടികളും അനുഭവിക്കുന്ന അപമാനവും നിസ്സഹായാവസ്ഥയുമാണ് ഈ ചിത്രത്തിൽ പ്രതിനിധീകരിക്കുന്നത്. ബ്രിട്ടീഷ് വനിതകൾ ആ 1857 വിപ്ലവത്തിന്റെ സമയത്തെ ബ്രിട്ടീഷ് വനിതകളും കുട്ടികളും അനുഭവപ്പെട്ട അപമാനവും നിസ്സഹായാവസ്ഥയാണ് ഏതില്? ഇൻ മെമ്മോറിയം എന്ന് പറയുന്ന ചിത്രത്തിൽ കാണിക്കുന്നതാണ് ജോസഫ് നോയൽ പാറ്റൺ. ഈ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനെ, അതായത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? രണ്ടുപേരും വിശേഷിപ്പിച്ചത്. ഒന്ന് ഇന്ത്യക്കാരനായത് വി ഡി സവർക്കർ. ഫ്രഞ്ച് വിപ്ലവത്തോട് ഉപമിച്ചത് ആരാണ്? ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനെ ഫ്രഞ്ച് വിപ്ലവത്തിനോട് ഉപമിച്ച ഒരു വ്യക്തിയുണ്ട്. കാൾ മാക്സ് ആണ് കേട്ടോ. കാൾ മാക്സ് ഫ്രഞ്ച് വിപ്ലവത്തിനോട് ഉപമിച്ച് ഈ നമ്മുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനെ. പിന്നെ ആഭ്യന്തര കലാപം എന്ന് പറഞ്ഞു ചൗധരി. ആഭ്യന്തര കലാപം എന്ന് പറഞ്ഞത് ചൗധരിയാണ്. പിന്നെ ശിപ്പായി ലഹള എന്നൊരു 2-3 പേര് പറഞ്ഞിട്ടുണ്ട്, അറിയാമോ? ജോൺ ലോറൻസ് ഉണ്ട്, ജോൺ സീലിയും, വേറൊരാളും ഉണ്ട്, പക്ഷെ ആള് കിട്ടില്ല. 2 ജോൺ ഓർമ്മയുണ്ട്, ജോൺ ലോറൻസും ജോൺ സീലിയും പറഞ്ഞു. വേറെ വി ഡി സവർക്കർ മിത്രമേള സ്ഥാപിച്ച വർഷം മിത്രമേള 1899 നാസിക്കിലാണ്. വി ഡി സവർക്കർ സ്ഥാപിച്ച ഒരു രഹസ്യ സംഘടനയുണ്ട്, രഹസ്യ വിപ്ലവ സംഘടന, അറിയാമോ? അഭിനവ് ഭാരത്. അഭിനവ് ഭാരത് ഏത് വർഷം? 1904. ബംഗാൾ വിഭജനം നടന്ന എന്നാണ്? 1905 ഒക്ടോബർ 16. ഒക്ടോബർ 16. ആര് നടത്തി? അതിന് 2 പ്രത്യേകതയുണ്ട്. അതായത് ഇത് പ്രഖ്യാപിക്കുന്നത് 1905 അതാരാണ്? അത് നമ്മുടെ കഴ്സൺ. പക്ഷെ നിലവിൽ വരുന്നത് ഒക്ടോബർ 16. ആള് മാറും. മിൻഡോ സെക്കൻഡ് ആണ് കേട്ടോ. നിലവിൽ വരുമ്പോ ആള് മാറും. അപ്പൊ നമുക്ക് നോർമലി നടപ്പിലാക്കിയ ആളിനെ അറിയാവൂ. ഇനി ഇത് പിൻവലിച്ചത് എന്നാണ്? 11 അത് ഹാർഡിഞ്ച് സെക്കൻഡ് ആണ് പിൻവലിക്കുന്നത് കേട്ടോ.
അറിയാം. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഝാൻസി റാണി. ഝാൻസി റാണി എന്ന് മഹാശ്വേതാ മഹാശ്വേതാദേവി. ദേവി. അമൃതം തേടി മഹാശ്വേതാദേവി. മലയാറ്റൂർ രാമകൃഷ്ണൻ ദേവി. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് അല്ലേ? അമൃതം തേടി. മലയാറ്റൂരിന്റെ. കയ്യൂർ സമരവുമായി ബന്ധപ്പെട്ട് കയ്യൂർ സമരം അതാണ്. അങ്ങനെയുണ്ടല്ലോ. തലയോട് തകഴിയ ചിരസ്മരണ നിരഞ്ജൻ നിരഞ്ജൻ തന്നെ ചിരസ്മരണ ചിരസ്മരണ നിരഞ്ജൻ. തലയോട് വിഷ്ണു വിഷ്ണു ഭട്ട് ഗോഡ്സെ. The last മുഗൾ. ലാസ്റ്റ് മുഗൾ. അത് അറിയാം കേട്ട. വില്യം ഡാർലിംബൽ. The last മുഗൾ വില്യം ഡാർലിംബൽ. The flight of pigeons. A flight of pigeons. A flight of pigeons. 1857 വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഫ്ലൈറ്റ് ഓഫ് പിജിയൻ. റസ്കിൻ ബോണ്ട്. അതാണ് പറയാ. ഝാൻസി റാണി മഹാശ്വേതാദേവി. അമൃതം തേടി മലയാറ്റൂർ. എ ഫ്ലൈറ്റ് ഓഫ് പിജിയൻസ്. റസ്കിൻ ബോണ്ട്. മാൾസാ പ്രവാസാണ് വിഷ്ണു ഭട്ട് ഗോഡ്സെ. ലാസ്റ്റ് മുഗൾസ്. വില്യം ഡാർലിംബൽ. മുസ്ലിം ലീഗ് സ്ഥാപിച്ചെന്നാണ്. എവിടാ? 1906 ധാക്കയിലാണ് മുസ്ലിം ലീഗ്. ആരൊക്കെ ചേർന്നാണെന്ന് അറിയാമോ? ആഖാ ഖാനും സലീമുള്ള ഖാനും കൂടെ ചേർന്നിട്ട്. സലീമുള്ളയും ആഖാ ഖാനും കൂടെ ചേർന്നിട്ടാണ് 1906 ധാക്കയില് മുസ്ലിം ലീഗ് സ്ഥാപിക്കുന്നത്. ഈ ആഖാ ഖാൻ തന്നെയാണ് അതിന്റെ പ്രസിഡന്റ്. മുസ്ലിം ലീഗ് ആദ്യം പ്രസിഡന്റ് ആഖാ ഖാൻ തന്നെയാണ്. മംഗൾ പാണ്ഡെ റൈസിംഗ്. കേതൻ മേത്ത. 1857 എന്ന സിനിമ. മോഹൻ സിംഗ്. മണികർണിക ദി ക്യൂൻ ഓഫ് ഝാൻസി. അയ്യോ അതറിയാല. മണികർണിക ദി ക്യൂൻ ഓഫ് ഝാൻസി. അത് പറഞ്ഞതല്ലേ? മഹാശ്വേതാദേവി അന്ന് പറഞ്ഞതാ. മണികർണിക ദി ക്യൂൻ ഓഫ് ഝാൻസി. കൃഷ് ജഗർലാമുടി. പേര് പഠിക്കാൻ. ജൂനൂർ അല്ല ജൂനൂൻ. ശ്യാം ബെനഗൽ. വേറെന്തോ പ്രത്യേകതയുണ്ട്. 1857 സിനിമ. മോഹൻ സിംഗ്. മംഗൾ പാണ്ഡെ ദി റൈസിംഗ്. കേതൻ മേത്ത. മണികർണിക ദി ക്യൂൻ ഓഫ് ഝാൻസി. കൃഷ് ജഗർലാമുടി. ജൂനൂൻ ശ്യാം ബെനഗൽ. ദി ബെഗർ ഓഫ് കാൻപൂർ. ദി സിക്കാർഡ്. ദി ബെഗർ ഓഫ് കാൻപൂർ. സ്കൂൾ പാഠപുസ്തകത്തിലുള്ള പോയിന്റ് കേട്ടിട്ടുണ്ട്, പക്ഷേ കിട്ടണില്ല. പാകിസ്ഥാൻ വാദത്തിന്റെ ഉപജ്ഞാതാവാരാണ്? മുഹമ്മദ് ഇക്ബാൽ. ഇന്ത്യക്കാർക്ക് അറിയാം. മലയാളിയാണ്. ഏതിൻ്റെതാ? തിരുവിതാംകൂർ. അത് മലയാളി മെമ്മോറിയൽ 1891. ബാരിസ്റ്റർ ജി പി പിള്ള. അങ്ങനെയാണെങ്കിൽ തിരുവിതാംകൂറിന്റെ വന്ധ്യവേദിക. കേരളത്തിന്റെ വന്ധ്യവേദിക. ഇന്ത്യയുടെ വന്ധ്യവേദിക. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ. മിസൈൽ വിമൺ ഓഫ് ഇന്ത്യ. ടെസ്സി തോമസ്. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ. കേശവൻ. റോക്കറ്റ് മാൻ ഓഫ് ഇന്ത്യ കേശവൻ. ISR രൂപീകരിച്ച 1969 ഓഗസ്റ്റ് 15. ISRയുടെ ആസ്ഥാനം അന്തരീക്ഷ ഭവൻ ബാംഗ്ലൂർ. ചമ്പാര സത്യാഗ്രഹം ഗാന്ധിജിയെ ക്ഷണിച്ച രാജ്കുമാർ ശുക്ല. 1917. അതിന്റെ പ്രത്യേകത എന്താണ്? ഗാന്ധിജിയുടെ നിരാഹാരമല്ല, ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സമരം. നിസ്സഹകരണം. ഗാന്ധിജി ആദ്യമായി സമരം നടത്തിയ സ്ഥലം ഗാന്ധിജി ആദ്യം അത് ദക്ഷിണാഫ്രിക്കയിലായിരിക്കുമല്ലോ. പ്രവാസി ഭാരത് ദിവസം. അത് ജനുവരി 9. അന്നല്ലേ ഗാന്ധിജി വരുന്നത്. 1915 ജനുവരി 9 തിരിച്ചു വരും. എന്നത് പോയി ദക്ഷിണാഫ്രിക്കയില് 1993 പോയി. 1915 കേസ് വാദിക്കാൻ വേണ്ടിട്ട് അപ്പോഴല്ലേ ഇറക്കി വിട്ടത്. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറക്കി വിടല്ല. റെയിൽവേ സ്റ്റേഷൻ കപ്പൽ. ഓ
ഓ കപ്പലാ രണ്ടാം വട്ടമേശ സമ്മേളനത്തില് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചതാണ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കപ്പൽ SS രജപുത്താന. രണ്ടാം വട്ടമേശ സമ്മേളനത്തിലേക്ക് ഗാന്ധി പോയ കപ്പൽ SS രജപുത്താന. പീറ്റർ മാരിറ്റ്സ്ബർഗ് അവിടെ നിന്നാണ് ഇറക്കി വിടുന്നത് ഗാന്ധിജി. അങ്ങനെയാണെങ്കിൽ ഈ സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ പോയ നെഹ്റുവിനെ അറസ്റ്റ് ചെയ്ത റെയിൽവേ സ്റ്റേഷൻ ചിയോക്കി. നേരത്തെ ഞാൻ ചിയോക്കി പറയാൻ വന്നതാണ്. അപ്പൊ എടുക്കുന്ന സംശയം. മറ്റേത് പീറ്റർ മാരിറ്റ്സ്ബർഗ്. നെഹ്റുവിനെ അറസ്റ്റ് ചെയ്ത റെയിൽവേ സ്റ്റേഷൻ അതാണ് ചിയോക്കി. അപ്പൊ ഗാന്ധിജിയുടെ ഡയലോഗ് പറഞ്ഞത് പ്രതിരോധമില്ലാതായി തീരുകയും ജനക്കൂട്ടത്തിന്റെ കാരുണ്യത്തിലേക്ക് സ്വയം എടുത്തെറിയുകയും ചെയ്ത മനുഷ്യരെ കൊലപ്പെടുത്തുന്നത് ഒരു പ്രകോപനത്തിനും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല. അതായത് ജനക്കൂട്ടത്തിന്റെ ഇടയിലേക്ക് എടുത്തെറിയുന്നത് അവരെ കൊല്ലുന്ന എന്ത് ചെയ്യുന്ന ന്യായീകരിക്കാൻ കഴിയുന്നു. എന്ത് സംഭവം എന്നറിയാം? ഏതെന്നാ അതായിരിക്കും 22 പോലീസുകാർ മരിച്ചൊരു ചൗരി ചൗര എന്നാ നടന്നത്? 1922 ഫെബ്രുവരി 5. ഫെബ്രുവരി 5 1922 ഫെബ്രുവരി 5 ചൗരി ചൗര സംഭവം. ഈ പ്രക്ഷോഭത്തോടുകൂടി ഗാന്ധിജിക്ക് തടവ് ശിക്ഷ ലഭിക്കും. അങ്ങനെ ഗാന്ധിജി തടവ് ശിക്ഷയ്ക്ക് വിധിച്ച ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം പറഞ്ഞല്ലോ. അപ്പൊ ആദ്യത്തെ മറ്റേ നിരാഹാര സത്യാഗ്രഹം അത് അഹമ്മദാബാദ്. അത് 18 തന്നെ വേറെ ഉണ്ടല്ലോ. 18 മൂന്നെണ്ണം പറയുന്നത് ഏതൊക്കെയാണ്? 18 ചമ്പാരൻ 17 അഹമ്മദാബാദും ഖേദയും 18 ഈ ഖേദ സത്യാഗ്രഹത്തോടു കൂടി പ്രസിദ്ധനായ ഒരു വ്യക്തിയുണ്ട്, സർദാർ വല്ലഭായ്. ഗാന്ധിജിയുടെ ആദ്യത്തെ നിയമലംഘന സമരം. നിയമം ലംഘിച്ചതാ അതായിരിക്കും 1930. അതാണ് ചമ്പാരൻ. ഒന്നുകിൽ ഞാൻ ലക്ഷ്യം നേടി തിരിച്ചു വരും, അല്ലെങ്കിൽ എന്റെ ശരീരം ഒഴുകി നടക്കും. ഉപ്പ് സത്യാഗ്രഹം. അങ്ങനെയാണെങ്കിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ഗാന്ധിജിയോടൊപ്പം ഉണ്ടായിരുന്നവരുണ്ട് 78+1 ഗാന്ധിജിയും കൂടെ കൂട്ടി 79. അപ്പൊ 72 എന്താണ്? 72 INC സമ്മേളനത്തിലെ ഫസ്റ്റ് സമ്മേളനത്തിൽ INC എന്ന് രൂപീകരിച്ച 1885 ഡിസംബർ 28. ആരാണ് ഫസ്റ്റ് അധ്യക്ഷൻ? WC ബാനർജി. സ്ഥാപകനാണ് ആര്? AO ഹ്യൂമിന്റെ ഫുൾ ഫോം അലക്സാണ്ടർ എന്താണ് പ്രത്യേകത? ഇന്ത്യൻ ഓർണിത്തോളജി. ഫാദർ ഓഫ് ഇന്ത്യൻ ഓർണിത്തോളജി. പക്ഷിശാസ്ത്രത്തിന്റെ പക്ഷികളെ കുറിച്ചുള്ള പഠനമാണ് ഓർണിത്തോളജി. WCയുടെ ഫുൾ ഫോം എന്താണ്? WC ബാനർജി. ഉമേഷ് ചന്ദ്ര ബാനർജി. ഉമേഷ് ചന്ദ്ര. കാർഡിയോളജി എന്താണ്? കാർഡിയോളജി ഹൃദയം. കാലിയോളജി പക്ഷിക്കൂട്. പക്ഷി എനിക്ക് പോകുമ്പോ അവിടെ കാലോളജി. സൗന്ദര്യത്തിൽ. ഓ അതൊക്കെ പഠിച്ചു വെച്ചൊക്കെയാണ് സൗന്ദര്യത്തെ കുറിച്ചുള്ള പഠനമൊക്കെ. ഓട്ടോളജി എന്തിനാണെന്ന് അറിയാമോ? തലയോട്ടി. ക്രേനിയോളജി. തലച്ചോറിനെ കുറിച്ചുള്ള പഠനമാണ് ഫ്രിനോളജി. കാർഡിയോളജി ഒഫ്താൽമോളജി കണ്ണ്. നെഫ്രോളജി ഡെർമറ്റോളജി ത്വക്ക്. പെഡോളജി മണ്ണ്. 7 ലക്ഷം ഗ്രാമങ്ങളിലെ 10 പേർ വീതം ഉപ്പ് കുറിക്കൽ ഈ ഗവൺമെന്റിന് എന്ത് ചെയ്യാൻ സാധിക്കും? അതിനെ ചായക്കോപ്പിലെ കിൻഡർ ഗാർട്ടൻ സ്റ്റേജിൽ ആരെന്നാ വിശേഷിപ്പിച്ചത് ബ്രെയിൻ ഫോർഡ്. അപ്പൊ ഗാന്ധിജിയുടെ ദണ്ഡി യാത്രയെ കിൻഡർ ഗാർട്ടൻ സ്റ്റേജിൽ വിശേഷിപ്പിച്ചത്. ഈ ഗാന്ധിജിയുടെ ശരീരത്തെ പരിഹസിച്ച് മെലിഞ്ഞ ശരീരവും ചിലന്തി വല പോലത്തെ ടൈം മാഗസീന്റെ കവറിൽ ഗാന്ധിജി ഉൾപ്പെടാൻ ചെയ്തത് 1930. അത് തന്നെ ആ വർഷം 1930. ആ ശോഷിച്ച സന്യാസിക്ക് ശാരീരികമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്തൊക്കെ പറഞ്ഞ് ആ ശോഷിക്കുന്ന സന്യാസിക്ക് ശാരീരികമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആര് പറഞ്ഞത്? ടൈം മാഗസിൻ പറഞ്ഞതാണ്. ചിലന്തി വല പോലത്തെ അല്ല, മെലിഞ്ഞ ശരീരവും ചിലന്തി വല പോലത്തെ വസ്ത്രം അല്ലേ? ഈ ചമ്പാരൻ സത്യാഗ്രഹത്തിനെ കുറിച്ച് പഠിക്കാനേ ഒരു കമ്മീഷനെ നിയമിച്ചതെന്നറിയാമോ?
പറ. എഡ്വേർഡ് ഗേറ്റ് കമ്മീഷനാണ്. എഡ്വേർഡ് ഗേറ്റ്. എഡ്വേർഡ് ഗേറ്റ് കമ്മീഷനാണ് കേട്ടോ, ചമ്പാരൻ സത്യാഗ്രഹത്തിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. ദണ്ഡയാത്ര എൽബയിൽ നിന്നും പാരീസിലേക്കുള്ള നെപ്പോളിയന്റെ മടക്കം. അതാര് പറഞ്ഞത്? ഇത്രയും നല്ല ഡയലോഗ് പറയണമെങ്കിൽ അറിയാം. ഇത്രയും നല്ല ഡയലോഗ് നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്. മോസസിന്റെ ഇസ്രായേലിലേക്കുള്ള പാലായനം. ഇതെല്ലാം അറിയാം. മോസസിന്റെ ഇസ്രായേലിലേക്കുള്ള ഈ നമ്മൾ പറഞ്ഞില്ലേ ചമ്പാരനിലോട്ട് ക്ഷണിച്ചത് ആരാണെന്ന് പറഞ്ഞ് രാജ്കുമാർ ശുക്ല. അപ്പൊ അഹമ്മദാബാദിലോട്ട് ക്ഷണിച്ചതാരെന്ന് അറിയാമോ? അനസൂയ ബഹനാണ് കേട്ടോ, അനസൂയ ബഹനാണ്. ഗംഗയോട് ഗാന്ധിജി ഉപമിച്ചത് ആരെയാണ്? ഗോഖലെ. അപ്പൊ ഹിമാലയത്തോട് ഉപമിച്ചതോ? ബാലഗംഗാധര തിലകനെയാണ്. ഗാന്ധിജി അപ്പൊ ഗംഗയോട് ഉപമിച്ചത് ഗോഖലെയെയും ഹിമാലയത്തോട് ഉപമിച്ചത് ബാലഗംഗാധര തിലകനെയാണ്. ഗാന്ധിജിയെ നമ്മളെ ട്രെയിനിൽ അറസ്റ്റ് ചെയ്യുന്ന റെയിൽവേ സ്റ്റേഷൻ പീറ്റർ മാക്സ്. അത് തൊട്ടടുത്ത ദിവസേ കുതിരവണ്ടി നടക്കുന്നു. ഗാന്ധിജിയുടെ ആത്മാതയെ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ ഫസ്റ്റ് ദിവസം ട്രെയിനിൽ സമാനമായ കുതിരവണ്ടി യാത്രയിൽ അനുഭവം ഉണ്ടായ സ്ഥലം പർദേക്കോഫ് എന്നാണ് കേട്ടോ. കുതിരവണ്ടിയിൽ ഗാന്ധിജി ഇറക്കി. ജാലിയൻ വാലാബാഗ് എന്ന് നടന്ന ജാലിയൻ വാലാബാഗ് എന്നാണ് അതുപോലെ ഫുള്ളാണ്. ഏപ്രിൽ 13 എവിടാ? പഞ്ചാബിൽ എവിടാ? 1919 ഏപ്രിൽ 13 പഞ്ചാബിലെ അമൃത്സർ. വെല്ലൂർ കലാപം നടന്ന വർഷം? വെല്ലൂർ കലാപം 13 1706. വെല്ലൂർ കലാപം നടന്ന വർഷം 1806. ഈ ഉപ്പ് സത്യാഗ്രഹമല്ലേ, അതിൽ സ്ത്രീകളെ കൂടെ ഉൾപ്പെടുത്താൻ പറഞ്ഞതാരാണ്? ഗാന്ധിജിയോട് അപേക്ഷിച്ച് സ്ത്രീകളെ അല്ല, കമലാദേവി സ്ത്രീകളെ ഉൾപ്പെടുത്താൻ പറഞ്ഞു. ഇവിടെ എന്താ ചോദിക്കാൻ വന്നല്ലേ? വെല്ലൂർ മ്യൂട്ടിനിയെ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന്റെ റിഹേഴ്സൽ എന്ന് വിശേഷിപ്പിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വ്യക്തിയാണ്. ഒരു രഹസ്യ സംഘടനയെ രൂപീകരിച്ച ഒരു വ്യക്തിയാണല്ലോ വി ഡി സവർക്കർ. പേരാണ് ഏത് വർഷം? 1999. മിത്രമേള അതാണ് ഇത് അല്ലാട്ട് ആവണം. 99 മിത്രമേളയാണ്. 2004 രഹസ്യ സംഘടനയായിട്ട് മാറുന്നല്ലേ. ഈ ജാലിയൻ വാലാബാഗിന്റെ റീസൺ എന്തായിരുന്നു? ഒരു നിയമമാണ്, ഒരു കരി നിയമം. കുറെ നിയമങ്ങളുണ്ട്. വിചാരണ കൂടാതെ ഏതൊരു ഇന്ത്യക്കാരനെ തടവിൽ വെക്കാം. പിന്നെ ഇന്ത്യക്കാർക്ക് ആയുധം ഉപയോഗിച്ചുകൂടാ. അങ്ങനെ 3-4 നിയമങ്ങൾ ഉൾപ്പെട്ടാണ്. ആരൊക്കെയാണ് അതിന്റെ മെയിൻ ആയിട്ട് നേതാക്കന്മാരായിട്ട് എന്തെന്ന് അറിയാമോ? അവരെയാണ് അറസ്റ്റ് ചെയ്യുന്നത്. സത്യപാലും ഈ ഗാന്ധിജിക്ക് അദ്ദേഹം ജീവിതത്തിൽ വരുന്ന കത്തുകൾ അദ്ദേഹം പിന്നീട് ഒരു പത്രത്തിൽ പ്രസിദ്ധീകരിച്ചു. അതിനൊരു പേരുണ്ട്. അത് ഏത് പത്രം? ഗാന്ധിജി പ്രസിദ്ധീകരിച്ച പത്രമാണ് ഹരിജൻ. എന്നാലേ സ്വാതന്ത്ര്യ സമര കാലത്ത് ജവഹർലാൽ നെഹ്റുവിന് ലഭിച്ച കത്തുകൾ പിന്നീട് അദ്ദേഹം ഒരു ബുക്കായി ഡിസ്കവറി ഓഫ് എ ബെഞ്ച് ഓഫ് ഓൾഡ് ലെറ്റേഴ്സ്. നെഹ്റുവിന് ലഭിച്ച കത്തുകളെല്ലാം കൂടെ കൂട്ടി. ജാലിയൻ വാലാബാഗ് അന്വേഷിച്ച കമ്മീഷൻ ഏതാണ്? നമ്മൾ നേരത്തെ എഡ്വേർഡ് ഗേറ്റ് പറഞ്ഞല്ല, ചമ്പാരൻ അന്വേഷിക്കാൻ വന്നത് ഗേറ്റും ജാലിയൻ വാലാബാഗ് ആണെങ്കിൽ ഹണ്ടറാണ്. അപ്പൊ നേപ്പ് എന്തായിരുന്നു? നേപ്പ് വാഗൺ ട്രാജഡി അന്വേഷിച്ച കമ്മീഷനാണ്. 1857 വിപ്ലവത്തിന്റെ പ്രവാചകൻ അസീമുള്ള ഖാൻ. അംബാസിഡർ ഞാൻ പറയാം. അംബാസിഡർ എനിക്കറിയാം. ഈ 1857 വിപ്ലവത്തിന്റെ വന്ധ്യവയോധികൻ ഈ ജാലിയൻ വാലാബാഗിനോട് അനുബന്ധിച്ച് സർ പദവി തിരിച്ചു കൊടുത്ത ആരാണ്? ടാഗോറാണ്. പിന്നെ കൈസറി ഹിന്ദ് രണ്ടുപേരും കൊടുത്ത്. രണ്ടുപേരും നല്ല ബന്ധത്തിലുള്ള ആൾക്കാരാണ്. ഗാന്ധിജിയും കൂടെ സരോജിനി നായിഡു. അഹമ്മദാബാദ് മിൽ സമരം 18.
ഗാന്ധിജിയുടെ ആദ്യത്തെ നിരാഹാര സമരം അതാണ് അത് അഹമ്മദാബാദ് മിൽസ് സമരം. രണ്ടാം വട്ടമേശ സമ്മേളനത്തിലേക്ക് ഗാന്ധിജി ഒപ്പം കൊണ്ടുപോയി ജീവി LGS ആടിനെ കൊണ്ടുപോകും. ആട്ടുപാല കുടിക്കുള്ളൂ ഗാന്ധിജി. ആടിന്റെ പേരുണ്ടായിരുന്നു. പേര് ആടിന്റെ പേരറിയാം. എന്റെ ഓർമ്മയിൽ നിർമ്മല എന്നാണ്. നിർമ്മലയാ പേരെല്ലാം അറിയാം. നിർമ്മല. അഹമ്മദാബാദ് മിൽ സമരം ചോദിക്കാൻ പോണതാണ്. എത്ര ദിവസം നീണ്ടു? 40 ദിവസം. 21 ദിവസം. അഹമ്മദാബാദ് മിൽ സമരം 21 ദിവസം. ഈ ജാലിയൻ വാലാബാഗിനോടനുബന്ധിച്ച് എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ച ഒരു മലയാളി ഉണ്ട്. ആകെ ANC പ്രസിഡന്റ് ആയ ഒരു മലയാളി അദ്ദേഹം ശങ്കരൻ നായരാണ് കേട്ടോ. എക്സിക്യൂട്ടീവ് കൗൺസിൽ 1997 അമരാവതി സമ്മേളനം. INC സെക്രട്ടറി ആയ ആദ്യ മലയാളി. ANC സെക്രട്ടറി നമ്മുടെ ഇതിലാണ് GP പിള്ള. GP പിള്ളയാണ് ഗാന്ധിജിയുടെ ആത്മകഥയിൽ പരാമർശിച്ചിട്ടുള്ള ഒരേ ഒരു മലയാളി. മലയാളിയാണ് GP പിള്ള. ഒരേ ഒരു മലയാളിയല്ലേ ഉള്ളൂ. ഗാന്ധിജി അവിടെ നിന്ന് അഡ്വൈസ് ചോദിച്ച ഒരു വ്യക്തിയാണ് GP പിള്ള. ഗാന്ധിജിക്ക് അഡ്വൈസ് കൊടുത്ത വ്യക്തിയാണ് GP പിള്ള. ഗാന്ധിജി എത്ര പ്രാവശ്യം കേരളത്തിൽ വന്നിട്ടുണ്ട്? 5 പ്രാവശ്യം. ഏതൊക്കെ വർഷം? 20, 25, 20, 25, 34, 37. ഇതിന് ഇടയ്ക്ക് 27, 34, 37. എന്തിനൊക്കെ ആയിരിക്കും വന്നത്? 20 ഖിലാഫത്ത് നടക്കില്ലേ? 25 വൈക്കം. 27 ഖിലാഫത്തുമായിട്ട് ബന്ധപ്പെട്ട് വരണത് കേട്ടോ. 25 20 ഖിലാഫത്ത് പ്രസ്ഥാനം. 27 വന്നത് എന്തിനാണ്? ഹരിജൻ ഫണ്ട് അല്ല, അത് 32. അത് 34 ഹരിജൻ ഫണ്ട് ശേഖരണം. 37 ലാസ്റ്റ് തീർത്ഥാടനമായിട്ട് വന്നെന്ന് പറയണം. അത് ക്ഷേത്ര പ്രവേശനമുള്ള 32 ഹരിജൻ ഫണ്ട് ശേഖരണം. 34 ഹരിജൻ ഫണ്ട് ശേഖരണത്തിന്റെ ഭാഗമായിട്ടുള്ള മറ്റേ കൗമുദി ടീച്ചർ കമ്മലൊക്കെ ഊരി കൊടുത്തു. 27 എന്തിനായിരുന്നു? ഗാന്ധിജി വന്നപ്പോഴേ ഗാന്ധിജി വന്നപ്പം സന്ദർശിച്ച ഒരു ആശ്രമമുണ്ട്. 2 ആശ്രമം. ഒന്ന് ഇവിടെ നമ്മള് ശ്രീനാരായണ ഗുരുവിന്റെ അല്ല, ഒന്ന് പാലക്കാട് അകത്തേത്തറയിൽ. അകത്തേത്തറ സ്ഥാപിച്ച ഒരു വ്യക്തിയുണ്ട്. ഏത് അകത്തേത്തറ ആശ്രമം? പിന്നെ ആനന്ദാശ്രമം. ആനന്ദാശ്രമം അത് കണ്ണൂരാണ്, തലശ്ശേരിയിലാണ്. തലശ്ശേരി കോഴിക്കോട്. വെല്ലൂർ കലാപം നടന്ന വർഷം നമ്മള് വെല്ലൂർ കലാപം പറഞ്ഞു. നടന്ന വർഷം ജൂലൈ 10. അങ്ങനെയാണ് ജൂലൈ 11 പ്രത്യേകത വിദ്യാഭ്യാസ ദിനം. ജനസംഖ്യാ ദിനം. ജൂലൈ 11 ജനസംഖ്യാ ദിനം. ജൂലൈ 11 ജനസംഖ്യാ ദിനം. ഡിസംബർ 11 ഡിസംബർ 10 മനുഷ്യ. ഡിസംബർ 11 ഇങ്ങനെ ഒന്നിങ്ങനെ ഉയർന്നിരിക്കും. ഒന്നും ആലോചിക്കും. രണ്ടു ഉയർന്നു ഒന്നിങ്ങനെ ഉയർന്നിരിക്കും. പർവ്വത ദിനം. ഡിസംബർ 11 പർവ്വത. ഡിസംബർ 1 എയ്ഡ്സ് ദിനം. ഡിസംബർ 5 മണ്ണ് ദിനം. കേരളത്തിലെ മണ്ണ് ഗവേഷണ കേന്ദ്രം പാറോട്ടുകോണം, തിരുവനന്തപുരം. ഓക്കെ. ആദ്യമായി പുതിയതായിട്ടുണ്ടാകുന്ന മണ്ണിനെ നീ എന്ത് പറയും? ഉണ്ടാകുന്ന മണ്ണിനെ ഒരു പുതിയ മണ്ണ് ഖാദർ. പുതിയതാണ്. പഴയ മണ്ണിനെ എന്താ പറയാ? അതൊക്കെ നമുക്കറിയാം. ഖിലാഫത്തിന്റെ വർഷം നമ്മളിപ്പോ സംശയിച്ച ഖിലാഫത്തിന്റെ 19. അതിന്റെ നേതാക്കന്മാരൊക്കെയാണ്? 2 അലിമാരാണ്. അറിയാം അലിമാരെ പറ. മൗലാന ഷൗക്കത്ത് അലി, മുഹമ്മദ് അലി. പിന്നെ ഉണ്ട് നമ്മുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ആരായിരുന്നു? മൗലാന അബ്ദുൽ കലാം ആസാദ്. അദ്ദേഹം ഒക്കെ ഉണ്ട്. ജനിച്ച സ്ഥലം മൗലാന അബ്ദുൽ കലാം മെക്ക. അവിടെ മൊണ്ടേഗു ചെംസ് ബോർഡ് ആവിഷ്കാരത്തിന്റെ വർഷം 1919 കേട്ടോ. അത് മിന്റോ മോർലിയാണ് 1909. മൊണ്ടേഗു ചെംസ് ബോർഡ് 1919. ഗാന്ധിജി ഏത് വിഭാഗത്തിലാണ് ജനിച്ചത്? ഗാന്ധിജി ഇന്ത്യയിൽ വന്നതിന് ശേഷം പങ്കെടുത്ത ആദ്യ പൊതുപരിപാടി ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ നമ്മുടെ കഴിഞ്ഞ UP ക്വസ്റ്റ്യൻ നമ്മളെ UPയിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. ഗാന്ധിജിയുടെ ആദ്യത്തെ കർഷകരിലൂടെ മാത്രമേ നമുക്ക് മോചനം ഉണ്ടാവൂ. അഭിഭാഷകരോ ഡോക്ടർമാരോ നമുക്ക് അത് നേടിത്തരുകയുള്ളൂ. ഗാന്ധി എവിടെയെന്നറിയാമോ? ഈ ബനാറസ് ഹിന്ദു സർവകലാശാല ഉദ്ഘാടനത്തിൽ പറഞ്ഞത്. അങ്ങനെയാണ് ഗാന്ധിജി പെട്ടെന്ന് ശ്രദ്ധിക്കപ്പെടാൻ.
ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ. ആദ്യ നിയമലംഘന സത്യാഗ്രഹം അത് ചമ്പാരൻ. ചമ്പാരൻ. ആദ്യത്തെ നിസ്സാരണമാണ് അതാണ് അഹമ്മദാബാദ് അഹമ്മദാബാദ് സമരം. മിൽ സമരം. ചൗരി ചൗര ഈ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലേക്ക് വരും മുമ്പേ ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലും സഞ്ചരിക്കാൻ പറഞ്ഞത് ആരാണ്? ഗാന്ധിജിയോട് ഉപദേശിച്ചല്ലേ? ഗാന്ധി രാഷ്ട്രീയ ഗുരു തന്നെ ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണൻ ഗോഖലെ. മൂന്നാം നെപ്പോളിയൻ എന്നറിയപ്പെടുന്നുണ്ട്. നെപ്പോളിയൻ മൂന്നാം നെപ്പോളിയൻ. നല്ല അറിയുന്ന ഭാഗമാണ്. നാനാ സാഹിബ്. നാനാ സാഹിബ്. മൂന്നാം നെപ്പോളിയൻ. ഇന്ത്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് സമുദ്രഗുപ്തൻ. സമുദ്രഗുപ്തൻ. പേർഷ്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് അങ്ങോട്ടൊന്നും അറിഞ്ഞൂടാ. നാദിർ ഷാ. പേർഷ്യൻ നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന നാദിർ ഷാ. ഇന്ത്യൻ കർഷകരുടെ രക്തം പുരളാതെ ഒരു നൂറ് നീലം പോലും യൂറോപ്യൻ കമ്പോളത്തിൽ എത്തിയിട്ടില്ല. അറിയാം. ടെൻഡുൽക്കർ. ടെൻഡുൽക്കർ. ടി.ജി. ടെൻഡുൽക്കർ. ഇന്ത്യൻ കർഷകരുടെ രക്തം പുരളാത്ത ഒരു നൂറ് നീലം പോലും യൂറോപ്യൻ കമ്പോളത്തിൽ എത്തില്ല. ഡൽഹിയിലെ പറഞ്ഞത് ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നെങ്കിൽ രാജ്യം അവരുടെ കയ്യിൽ ടി.എച്ച്. ബേബർ. അത് ഏതുമായിട്ടാണ്? അത് മലബാറിലെ സബ് കളക്ടർ അല്ലേ? തലശ്ശേരി സബ് കളക്ടർ. അത് മറ്റേ 1212 അതുമായിട്ട് ബന്ധപ്പെട്ടല്ലേ പറഞ്ഞു? കുറിച്യ കലാപമായിട്ട് ബന്ധപ്പെട്ടല്ലേ പറഞ്ഞ? സ്വരാജ് പാർട്ടി രൂപീകരിച്ച എന്താണ്? 23. മോത്തിലാൽ നെഹ്റു. എന്തുകൊണ്ടാണ് അവരത് രൂപീകരിച്ചത്? എന്തിനാണ്? ചൗരി അതെ ഗാന്ധിജി പ്രസ്ഥാനം പിൻവലിക്കുമ്പോഴത്തേക്ക് പര്യാപ്തമായ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ നോട്ട് ബുക്കാണ് പര്യാപ്തമായ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഉരുക്കുറയിനാൽ കീറിമുറിക്കുകയും രക്തം ഊറ്റിക്കുടിക്കുകയും ചെയ്തു. ഇന്ത്യൻ വാണിജ്യ ചരിത്രത്തിൽ ഇതുപോലൊരു ദുരിതം കാണാനില്ല. പരുത്തി നെയ്ത്തുകാരുടെ എല്ലുകൾ ഇന്ത്യൻ സമതലങ്ങളെ ഏതോ എല്ല് വെച്ച് ബില്യം കണക്ട് ചെയ്യാൻ പറഞ്ഞു. ഈ സ്വരാജ് പാർട്ടിയുടെ സെക്രട്ടറിയും പ്രസിഡന്റും ഇവർ രണ്ടില് ആരാണെന്നുള്ളത് സെക്രട്ടറി മോത്തിലാൽ നെഹ്റു, പ്രസിഡന്റ് CR ദാസു ആയിരുന്നു. പ്രസിഡന്റ് സെക്രട്ടറി മന്നത്ത്. സൈമൺ കമ്മീഷൻ വർഷം 27 എന്നാണ് വരുന്നത്? 27 രൂപീകരിക്കുന്നു. നമ്മുടെ ഇവിടെ എത്തി ഇന്ത്യയിൽ എന്ന് വരുന്നു? അടുത്ത വർഷം 28 ഫെബ്രുവരി 3 ആണ് കേട്ടോ. 28 ഫെബ്രുവരി 3. എത്ര പേര് ഉണ്ടായിരുന്നു സൈമൺ കമ്മീഷനിൽ? 3 പേര്. അതേത് ക്രിപ്സ് അതിന് വരും. സൈമൺ കമ്മീഷൻ അതിലല്ലേ മലയാളികൾ ആരും ഇല്ലാത്ത, മീൻസ് ഇന്ത്യക്കാരും ഇല്ലാത്തതുകൊണ്ട് ഗോ ബാക്ക് പറഞ്ഞു വിട്ടത്. യൂസഫ് മെഹ്റൽ. ഡൽഹിയിലെ